ഹൃദ്രോഗത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് വയസ്സാണ്. ഇപ്പോൾ 20 വയസ്സായാൽ അല്ലെങ്കിൽ 25 വയസ്സായ ഒരു രോഗിക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈവൻ യങ്സ്റ്റേഴ്സ്, അതായത് 18 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണശൈലിയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ലാക്ക് ഓഫ് എക്സസൈസ്. അതായത് നമ്മൾ ഒട്ടുമുക്കാൽ യങ്സ്റ്റേഴ്സും ഓവർ വെയ്റ്റാണ്. ബോഡി മാസ് ഇൻഡെക്സ് വളരെയധികം കൂടുകയും ഇവർക്ക് ശരീരത്തിൽ കൊഴുപ്പടിയുകയും ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ ഡയബറ്റീസ് വളരെ ഏർലി ആയിട്ട്, അവരുടെ ജീവിതത്തിൽ വളരെ ഏർലി ആയിട്ട് അത് വരുന്നത് ഇവർക്ക് ഈ ഹാർട്ട് അറ്റാക്കിലേക്ക് കലാശിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ മിഥ്യ എന്ന് പറയുന്നത് വയസ്സാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ലക്ഷണങ്ങൾ. ഇപ്പോൾ ഏത് ഹാർട്ട് അറ്റാക്ക് ഏത് വയസ്സിൽ വന്നാലും ആ രോഗിക്ക് ചില ലക്ഷണങ്ങൾ മുൻകൂട്ടി നമ്മൾ അറിയിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് നെഞ്ചിൽ വരുന്ന ഒരു ഭാരം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നടക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അണപ്പ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത, വയറിൽ വരുന്ന അസ്വസ്ഥത, പിന്നെ ഒരു ക്ഷീണം, വളരെയധികമുള്ള ക്ഷീണം. ഇതൊക്കെ ആൾക്കാർ ഇതെന്ത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒരു അടി കിട്ടുമ്പോഴാണ് ഇവർക്ക് ഇതൊരു ഹൃദ്രോഗം, അതൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് എന്നവർ മനസ്സിലാക്കും. ഇതാണ് രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ. മൂന്നാമതായിട്ട്, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്, അതായത് 15 മുതൽ 45 അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരു ഹൃദ്രോഗി ആയിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യത ഇത് കുറയ്ക്കുകയും ഈ ചികിത്സ പൂർണ്ണമായിട്ടും ഈ രോഗിക്ക് പ്രയോജനപ്പെടുകയും ഇതുകൊണ്ട് അയാളുടെ ബ്രെഡ് വിന്നിങ്, അതായത് അയാൾക്ക് സ്ഥിരമായി ജോലി ചെയ്യാനും അദ്ദേഹത്തിന് ലൈഫിൽ ഏൺ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും. ഇങ്ങനെയുള്ള ഒരു 60 വയസ്സിന് താഴെയുള്ള ഒരു രോഗിക്ക് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട 3 ബ്ലോക്കോ 4 ബ്ലോക്കോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ എടുക്കുകയും ഈ രോഗം പൂർണ്ണമായിട്ടും മാറി അദ്ദേഹത്തിന് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ഒരു ചാൻസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ ആയാലും അതിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്.